എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. നമ്മൾ ആ ചട്ടിയിൽ പാകിയിരിക്കുന്നതിനകത്ത് ഇഞ്ചിയൊക്കെ കിളിർപ്പായിട്ടുണ്ട്. കിളിർപ്പ് എന്നല്ല, കിളിർപ്പ് കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റേ ചട്ടിയിൽ നമ്മൾ പാവലിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളരി ഇട്ടിട്ടുണ്ട്. എന്താ കിളുത്തതെന്നറിയില്ല, നമുക്കിനി അതിൻ്റെ ഇലയൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശനിയാഴ്ച വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു കുമ്പളങ്ങി കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുപോകണം, അത് പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം പറിച്ചതുകൊണ്ട് ഒരെണ്ണം താന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാവുന്ന പോലെയാണ്. അപ്പോൾ അതും മുറിച്ചെടുക്കണം. ഫാഷൻ ഫ്രൂട്ടൊക്കെ ഒന്നും ആകുന്നില്ല, നിറയെ പൂത്തി ഒന്നും ആകുന്നില്ല എന്ന് വെച്ചിരുന്നാണ്. അതിലിപ്പം കായായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത് ഈ കുമ്പളങ്ങ പറിക്കാൻ പോയപ്പോഴാണ് നമ്മളത് കാണുന്നത്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാക്ക ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. അവിടെയും പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഒരെണ്ണം പറിച്ചപ്പോഴത്തേന് അതിൻ്റെ വള്ളി ഇങ്ങനെ താന്ന് എന്ന് കിടന്ന ഇതാണ്. അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം. ക്യാമറമാൻ ദേവ അഭിജിത്താണ് കേട്ടോ ഇന്ന്. അങ്ങനെ അത് ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്ത അത്രയും വലുതല്ലേ, അത്രയും വലിപ്പമായിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിന്ന് അതിരമ്പുഴയ്ക്ക് പോരുന്നതുകൊണ്ട് പറിച്ചെടുത്തു എന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേലും കുറേ കൂടെ വലുതായിരുന്നു നമ്മൾ ആദ്യം പറിച്ചെടുത്തത്. ഇതൊക്കെ വെള്ളിയാഴ്ച വരെയുള്ള വീഡിയോസാണ്. ഇനി നമ്മൾ ശനിയാഴ്ചയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ശനിയാഴ്ചയായി നമ്മൾ പോകാൻ ഇറങ്ങിയപ്പം രാവിലെ 10 മണി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെപ്പോൾ കണ്ടാലും വീഡിയോ എടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല മഴയായതുകൊണ്ട് തന്നെ പുല്ലൊക്കെ വീണ്ടും കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കേ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വൃത്തികേടാവുമല്ലോ. പക്ഷേ ക്ലീൻ ചെയ്ത് നിന്നാലല്ലേ ആ ഒരു ഭംഗിയുള്ളൂ. ഇതിവിടെ മാറ്റി വെച്ച 10 മണി ചെടിയിൽ അതിലുമൊക്കെ പൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ബോർഡർ പോലെ വെച്ച ചെടി, അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ അത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ അതിരമ്പുഴയിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. അങ്ങനെ ഇടയ്ക്ക് അതുമൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ മാറി എല്ലാവരും അവരെന്തോ സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിയതിനകത്ത് പ്ലം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ഇത് കഴിച്ചിട്ട്. ഒരു ചെറിയ പുളിയും ഒരു മധുരവും ആ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവിടെ ഇരുന്ന് ഫോണിൽ ഞാനൊരു പുരാണ കഥയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുവാണേ. ഇനി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഉള്ള കുറച്ച് കാഴ്ചകൾ. അമ്മ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഒരു ഇതിൽ ചീനി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുളകൊക്കെ ആയിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അത് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നോനിപ്പഴമൊക്കെ അത് പഴുത്ത് തുടങ്ങിയെന്നിങ്ങനെ പറഞ്ഞായിരുന്നു. പപ്പ കഴിച്ചു എന്നൊക്കെ. ഇന്നലെ കുറച്ച് പറിച്ചു വെച്ചു. ബാക്കിയൊക്കെ ഇങ്ങനെ പച്ചയായിട്ടും പഴുത്തതും ഒക്കെ നിൽപ്പുണ്ട്. പഴുത്ത് തുടങ്ങുമ്പോൾ ആ ഒരു വെള്ള കളറാകുമല്ലോ. കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാൻ തോന്നും. അങ്ങനെ ഇറങ്ങുന്ന കേട്ടോ. പിന്നെ ചെടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും. ഇത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഒരു കൊടി അത് മറിഞ്ഞു പോയതാണ്. പിന്നെ ഇത് കാണിച്ചായിരുന്നല്ലോ ചേമ്പൊക്കെ വെച്ചത്, അതൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു മാറ്റമെന്ന് വെച്ചാൽ നമ്മളവിടെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ നനയുന്നുണ്ടായിരുന്നു സിറ്റ് ഔട്ടിൻ്റെ. അപ്പോൾ അത് ഇങ്ങനെ നനയാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കാണുന്നത്. അപ്പം നാളെ കുടുംബയോഗമുണ്ട്. അപ്പം അതിനുള്ള ചെയറുകളൊക്കെയാണ് കേട്ടോ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നത് ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരു പുളിമരം പേരയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പൊക്കെ ഇറക്കി. അതുമാത്രമല്ല ബാക്കി കുറേ ഇതുകൂടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോർഡർ ഗ്രാസ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോകണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കൊണ്ടുപോകാൻ പറഞ്ഞാണ്, പക്ഷേ ഞാൻ എടുത്തില്ല. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുക്കണം, നമുക്ക് നല്ല ബുഷിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ആ കമ്മൽ പോലെ നിൽക്കുന്ന ആ ചെത്തിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ നാടൻ ചെത്തി ഇതല്ല, ഒരു കമ്മലിൻ്റെ ഇതിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവരണം. അവിടെ നിന്ന് ഇലഞ്ഞിയുടെ ഇത് വെട്ടി, റംബൂട്ടാൻ വെട്ടിക്കളഞ്ഞു. വെട്ടിയെന്നല്ല, അത് കേട് പിടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ കായ ഇത് കണ്ടോ, പച്ചയിൽ തന്നെ കേടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് അമ്മ അത് മാറ്റി വെച്ചാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി, കാരണം ഇത്രയും പഴുക്ക് വരുന്ന എന്ത് ഭംഗിയായിരുന്നു. പക്ഷെ എല്ലാം പോയി കേട് പിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് മരം ഒന്ന് വെട്ടിവിട്ടത്. പിച്ചൂട്ടനും ദേവൂട്ടനെയൊക്കെ ഒന്ന് കാണിച്ചു, ഇങ്ങനെ കായ ഇത്ര അടുത്ത് ഉണ്ടായി കിടക്കുന്നതൊക്കെ അവരും ഫസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് അമ്മ പുതിയ കുറച്ച് ചെടി മണി പ്ലാന്റും
എനിക്ക് തോന്നുന്നു അഗ്ലോണിമ ചെടിയുടെ ഒരു വെറൈറ്റീസാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അത് പുതിയ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊടിയിൽ നമുക്ക് ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തിരിയൊക്കെ വന്നത്, അതിൽ നിറയെ മുളകായതായിരുന്നു. പക്ഷേ ഒത്തിരി കൊഴിഞ്ഞു പോയിട്ടോ. കൊഴിഞ്ഞു പോയതൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പപ്പ ഇടയ്ക്ക് ചൂണ്ടയിടാൻ പോയപ്പോൾ ഒരു മീനെ കിട്ടി. ഒരെണ്ണമായിട്ട് കിട്ടിയോണ്ട് അതിനെ കറി വെച്ചില്ല, അതിനെ ഒരു കുപ്പിയിലാക്കി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സൗണ്ടൊക്കെ കേട്ടപ്പോൾ പുറകോട്ട് വലിയുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കും, പിന്നെ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേനങ്ങ് മാറും. അപ്പോൾ കൊഴിഞ്ഞു പോയ കുരുമുളകൊക്കെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിഞ്ചാണ്, എരിവൊന്നും കാണില്ല, എന്നാലും അത് കളയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട്. കറിയിലൊക്കെ പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി അരച്ച് ചേർക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.